സോളാർ കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. CBI അന്വേഷണമെന്ന ആവശ്യം ഈ ഘട്ടത്തിൽ പരിഗണിക്കാനാകില്ലെന്ന് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. എന്നാൽ ഹർജിയിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ വിചാരണ കോടതി മുൻപാകെയോ ജുഡീഷ്യൽ കമ്മീഷൻ മുൻപാകെയോ മറ്റൊരു ഘട്ടത്തിൽ ഹൈക്കോടതിയിൽ തന്നെയോ VSന് വീണ്ടും ഉന്നയിക്കാവുന്നതാണെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ ഹർജി പരിഗണിക്കുന്നതിനിടെ കോടതി ആവശ്യപ്പെട്ട സോളാർ കേസുകളുടെ തൽസ്ഥിതി റിപ്പോർട്ട് അഡ്വക്കേറ്റ് ജനറൽ ഹാജരാക്കിയിരുന്നു. എല്ലാ കേസുകളിലും അന്വേഷണം പൂർത്തിയായി. പല കേസുകളിലും വിചാരണ തുടങ്ങി. ചില കേസുകൾ കോടതിക്ക് പുറത്ത് ഒത്തുതീർന്നു. കൂടാതെ പ്രതിപക്ഷത്തിന്റെ ആവശ്യം പരിഗണിച്ച് ജുഡീഷ്യൽ അന്വേഷണവും നടക്കുന്നുണ്ട്. VS അടക്കമുള്ളവർ കമ്മീഷന് മുൻപാകെ ഹാജരായി മൊഴി നൽകി. ഈ പശ്ചാത്തലത്തിലാണ് CBI അന്വേഷണമെന്ന ആവശ്യം കോടതി നിരാകരിച്ചത്. തന്നെയുമല്ല, ഇപ്പോൾ CBI അന്വേഷണം എത്രത്തോളം പ്രസക്തമാണെന്ന് വിശദീകരിക്കാൻ ഹർജിക്കാരന് കഴിഞ്ഞിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഹർജിയിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ ഉചിതമായ വേദിയിൽ VSന് വീണ്ടും ഉന്നയിക്കാവുന്നതാണ്. വിചാരണ കോടതിയിലും ഈ ആവശ്യം VS അടക്കമുള്ളവർക്ക് ചൂണ്ടിക്കാട്ടാം. ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷവും വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന് CBI അന്വേഷണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കാവുന്നതാണ്. പണം നഷ്ടപ്പെട്ട ഒരാളും നിലവിലുള്ള അന്വേഷണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടില്ലെന്ന സർക്കാർ വാദവും ഹൈക്കോടതി പരിഗണിച്ചു. വ്യക്തികൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടാണ് സോളാർ കേസിന്റെ പശ്ചാത്തലമെന്ന് AG ആവർത്തിച്ചു. ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷണും ജസ്റ്റിസ് AM ഷഫീഖും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് VSന്റെ ഹർജി തള്ളിയത്. റിപ്പോർട്ടർ, കൊച്ചി.